ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും വിഭൂതി തിരുനാൾ മംഗളങ്ങൾ. ദൈവം വരച്ച കുറി നീ കാണുന്നുണ്ടോ? ആ കുറി മാഞ്ഞു പോയോ എന്നൊക്കെ ഒരുവൻ കണ്ടെത്തുന്ന പുണ്യസുദിനമാണ് വിഭൂതി. നെറ്റിയിൽ ദൈവം വരച്ച കുറി മാഞ്ഞു പോയപ്പോൾ അപകടം ഉണ്ടായതിന്റെ വിവരണങ്ങൾ വിഭൂതിയിലെ വായനയിലുണ്ട്. സിലോഹായിൽ ഗോപുരം വീണ് അനേകം മരിച്ചുപോയതും, ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം കത്തിച്ചാമ്പലായതും, കെട്ട പതിരെല്ലാം ചുട്ടെരിഞ്ഞതും ദൈവത്തിന്റെ കുരിശടയാളം മാഞ്ഞതുകൊണ്ട് സംഭവിച്ച താളപ്പിഴകളാണ്. ഈ വിഭൂതി തിരുനാൾ ദിനത്തിൽ നമുക്കും ഓർക്കാം, ദൈവം തെളിച്ചു തന്ന കൃപയോട് ചിരാത് കെട്ടുപോയോ എന്ന്. കെട്ടുപോയെങ്കിൽ, ആ കുറി മാഞ്ഞു പോയെങ്കിൽ, വിഭൂതി തിരുനാൾ ദിവസം നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, അനുതാപം നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന്റെ മുന്നിൽ മുട്ടുകുത്തി, ദൈവമേ, വീണ്ടും കൃപയോട് ചിരാത് എന്നിൽ കൊടുത്തണേ, നെറ്റിയിൽ നിന്റെ കരുണയുടെ കുരിശടയാളം പൂഷണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 2, ലോകസുഖങ്ങളുടെ നൈമിഷികത നമുക്ക് ധ്യാനിക്കാം. ദൈവമല്ലാതെ മറ്റൊന്നും നിലനിൽക്കുന്നില്ല എന്ന വെട്ടം കിട്ടിയവർ മാത്രമേ ജീവിതത്തിൽ വിജയം നേടിയിട്ടുള്ളൂ. ദൈവത്തിന് മുന്നിൽ മുട്ടുമടക്കാതെ ജീവിച്ചതിനും ലോകത്തിന്റെ മറിമായങ്ങളിൽ മുങ്ങിപ്പോയതിനും മാപ്പ് പറഞ്ഞ് ഈ നോമ്പുകാലം നമുക്ക് അഭിഷേകത്തിന്റെ പുണ്യകാലമാക്കി മാറ്റാം.